മെട്രോയിൽ നഷ്ടപ്പെട്ട നിമിഷം. ഡൽഹിയിൽ മെട്രോ യാത്ര എന്നെ എപ്പോഴും ആകർഷിച്ചിരുന്നു. നൂറുകണക്കിന് മുഖങ്ങൾ, ഓരോരുത്തരും തങ്ങളുടെ ലോകത്തിൽ മുഴുകിയവർ. ആ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഞാൻ. വണ്ടിയിൽ സീറ്റ് ഒന്നും കിട്ടിയില്ല, അതിനാൽ വാതിലിനടുത്തുള്ള തൂണിൽ ചാരി നിൽക്കുകയായിരുന്നു. മൊബൈൽ എടുത്ത് യൂട്യൂബിൽ ഒരു പാട്ട് തിരയുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ടു എന്നെടുത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടി. 18 വയസ്സുണ്ടാവും. ജീൻസും ടിഷർട്ടും, മുഖത്ത് ഒരു അനിശ്ചിതമായ ചിരിയും കണ്ണുകളിൽ ചെറുചലനവും. ഇടയ്ക്കിടെ എന്നെ നോക്കുന്നതായി തോന്നി. ഇത്രയും കൗതുകം എന്തിനാവും എന്നൊരു ചിന്ത മനസ്സിൽ പാഞ്ഞുപോയി. അടുത്ത സ്റ്റേഷൻ അടുത്തു വന്നപ്പോൾ ട്രെയിൻ വേഗം കുറച്ചു. അതിനൊപ്പം പെൺകുട്ടിയുടെ മുഖം കൂടി അല്പം ഉത്കണ്ഠയിലായി. അതൊന്നും ഞാൻ ഏറെ ശ്രദ്ധിച്ചില്ല. വണ്ടി നിർത്തി, ആളുകൾ കയറിനിറങ്ങി. ഡോർ അടയ്ക്കാൻ 2-3 സെക്കൻഡ് മാത്രം ബാക്കിയിരിക്കെ ആ പെൺകുട്ടി പെട്ടെന്ന് എന്നെടുത്തേക്ക് വന്നു. ഒരു വെടിയെന്ന പോലെ എന്റെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിയെടുത്തു. എനിക്ക് ഒന്നും മനസ്സിലായില്ല. അടുത്ത നിമിഷം അവൾ പുറത്തേക്ക് ചാടിയിരുന്നു. എന്റെ തല പൊട്ടിത്തെറിച്ചതുപോലെ. ആലോചനക്ക് സമയമില്ല. ഞാൻ സ്വാഭാവികമായി പിന്നാലെ ചാടി. അപ്പോഴേക്കും വാതിൽ അടഞ്ഞു. ട്രെയിൻ മുന്നോട്ട് നീങ്ങി. പുറത്ത് ഇറങ്ങിയ ഞാൻ മുന്നോട്ട് ഓടി. പെൺകുട്ടി പിന്നെയും ഓടുകയായിരുന്നു. പക്ഷേ അങ്ങോട്ട് അധികം ദൂരം പോകാനായില്ല. വഴിയിലേക്കു കടക്കുമ്പോൾ ഞാൻ മുന്നിൽ കയറി നിന്നു. അവൾ പെട്ടെന്ന് നിർത്തി, എന്റെ മൊബൈൽ നിലത്തിട്ടു, പിന്നെ തിരിഞ്ഞോടി. ഒരു നിമിഷം എല്ലാം നിശബ്ദമായി. എന്റെ ശ്വാസം മുറുകിയിരുന്നു. പക്ഷേ കയ്യിൽ മൊബൈൽ തിരികെ കിട്ടിയതിലുള്ള ശാന്തത അതിനെ മൂടി. അവിടെ നിന്നു നിശ്ചലനായി ഞാൻ അവളെ അകലെ കാണാതെ പോയി. മനസ്സിൽ ഒന്നു വന്നു. ഇവർക്കിത് ജീവിതമാണ്. ട്രെയിനിന്റെ ഡോർ അടക്കുന്ന സെക്കൻഡുകൾക്കുള്ളിൽ തട്ടിപ്പറിച്ച് രക്ഷപ്പെടാൻ അഭ്യാസം നേടിയവർ. ആ ദിവസം ഞാൻ തിരിച്ചറിഞ്ഞത് ഒറ്റ കാര്യം: നഗരത്തിന്റെ തിളക്കത്തിനപ്പുറം അതിന്റെ നിഴലുകളിലും ജീവിതമുണ്ട്. എല്ലാം പാഠം തന്നെയാക്കുന്നു. അന്ന് മുതൽ മെട്രോയിൽ ഞാൻ പാട്ട് കേൾക്കുന്നില്ല. പകരം ആ നിമിഷം കേൾക്കാറുണ്ട്. മൊബൈൽ തട്ടിയെടുക്കുന്ന ശബ്ദം, ഓട്ടത്തിന്റെ മുഴക്കം, പിന്നെ മിണ്ടാതെയിരുന്ന ഒരു ഡൽഹി സ്റ്റേഷൻ.